ഹായ് ഫ്രണ്ട്സ്, ടെക്സ് കൗണ്ടറിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ വിടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിർബന്ധമായും നിങ്ങൾ കാണൂ. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു കാലമാണ്. പണ്ടത്തെ പോലെയല്ല സ്കൂളിൽ പോയുള്ളൊരു പഠനം സ്റ്റോപ്പായി. എല്ലാം ഓൺലൈൻ. എല്ലാ മാതാപിതാക്കളും ഇന്ന് വളരെയധികം കഷ്ടപ്പെടേണ്ടി വരുന്നു. അതും ടീച്ചർമാരെക്കാളേറെ ഇന്ന് രക്ഷിതാക്കൾ. ഇംഗ്ലീഷ് പൂർണ്ണമായും അറിയാത്തതുകൊണ്ട് പലപ്പോഴും നാം ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനായി ഒരു ഉഗ്രൻ ആപ്പാണ് ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആപ്പ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഓക്കെ, അതിനായി നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. ദെൻ അതിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇതിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിലായിട്ട് വലതുവശത്ത് മലയാളം എന്നും ഇടതുവശത്ത് ഇംഗ്ലീഷ് എന്നും കാണാൻ സാധിക്കും. അതിൽ ഓൾറെഡി ഇതിൽ ഇംഗ്ലീഷാണ്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഇംഗ്ലീഷ് എന്ന് അല്ലാത്തവർ അത് ചേഞ്ച് ചെയ്യാം. ദെൻ എനിക്ക് ഇംഗ്ലീഷിലെ പാഠഭാഗമാണ് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ ഏത് ചാപ്റ്ററാണ് മനസ്സിലാവാത്തത് വെച്ചാൽ ആ പാഠഭാഗം നമ്മൾ എടുക്കുക. എന്നിട്ട് അതിൽ ഇടതുവശത്തുള്ള ഇംഗ്ലീഷ് എന്ന ഓപ്ഷനും അതുപോലെ ഏത് ഭാഷയിലേക്കാണ് നമുക്ക് വേണ്ടത്, മലയാളത്തിലേക്കല്ലേ ഇപ്പോൾ നമുക്ക് വേണ്ടി വരും ഇംഗ്ലീഷ് പാഠഭാഗം. അപ്പോൾ മലയാളം എന്ന് ഇടതുവശത്തും സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിൽ കാണുന്ന ക്യാമറ എന്നൊരു ഓപ്ഷൻ ഓണാക്കുക. ക്യാമറ ഓണാക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കിന് നേരെ പിടിക്കുക. കണ്ടോ, വൺസ് ഐ സോ എ ലിറ്റിൽ ബേർഡ് എന്നൊരു പാഠഭാഗമാണ് ഞാൻ എടുത്തിരുന്നത്. അതിൻ്റെ മലയാളം നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്യാമറ നമ്മൾ ഇളകാതെ പിടിക്കാൻ ശ്രദ്ധിക്കണം. ഇളകുന്നതിനനുസരിച്ച് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ നമുക്ക് ബ്ലറായിട്ടാണ് കാണാൻ സാധിക്കുക. പിന്നെ നമുക്ക് ഈ കിട്ടിയ ട്രാൻസ്ലേഷൻ നമുക്ക് പോസ് ട്രാൻസ്ലേഷൻ എന്ന ഒരു ഓപ്ഷൻ ഇതിൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ട്രാൻസ്ലേഷൻ സ്ക്രീൻഷോട്ട് രൂപത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇംഗ്ലീഷല്ലേ നമുക്ക് മനസ്സിലാവാൻ, ഇംഗ്ലീഷ് പാഠഭാഗമല്ലേ, അപ്പോൾ അത് നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ചെയ്ത് കിട്ടി. അപ്പോൾ നമുക്കൊരു പേടി പേടിക്കാമല്ല. വൺസ് ഐ സോ ലിറ്റിൽ ബേർഡ് എന്നൊരു ചെറിയൊരു പാഠഭാഗമാണ്. അപ്പോൾ അതിൻ്റെ മലയാളം നമുക്ക് കിട്ടി. അപ്പോൾ അത് നമുക്ക് സുഖമായിട്ട് പഠിക്കാൻ ഉള്ളൊരു വേ ആണ്. പിന്നെ ഇനി നമുക്ക് ഈ ഒരു ഓപ്ഷൻ തന്നെ വേറൊരു രൂപത്തിൽ നമുക്ക് ചെയ്യാം. അതിനായിട്ട് ബാക്കിലേക്ക് വന്നിട്ട് ഫോണിൻ്റെ ക്യാമറ എടുക്കുക. നമ്മൾ അത് ഓണാക്കിയിട്ട് ഏത് പാഠഭാഗമാണ് നമുക്ക് അറിയാത്ത വെച്ചാൽ അതിൻ്റെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പം നമ്മൾ ക്യാമറയിൽ പാഠഭാഗം ഫോട്ടോ എടുത്തു. എന്നിട്ട് നേരെ തിരിച്ച് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേഷനിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ട്രാൻസ്ലേഷൻ ഓണാക്കി അതിൽ ക്യാമറ എന്ന ഓപ്ഷനെ ഓണാക്കുക. എന്നിട്ട് അതിൽ ഇമ്പോർട്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ ക്യാമറയിൽ എടുത്തു വെച്ച നമ്മളുടെ ആ പാഠഭാഗത്തിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് മുകളിലായിട്ട് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഇത് സ്കാൻ ചെയ്യും. കണ്ടോ, സ്കാൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഏതാണ് ഇപ്പോൾ നമുക്ക് കുറച്ചാണോ വേണ്ടല്ലോ, ഇനി ഫുള്ളും വേണോ എന്നൊക്കെയാണ് ഇതിൽ ക്ലിയർ ഓർ സെലക്ട് ആൾ ചോദിക്കുന്നത്. അപ്പോൾ ഫുള്ള് നമുക്കായിട്ട് അർത്ഥം കിട്ടണ്ടേ, അപ്പോൾ സെലക്ട് ആളിൽ കൊടുക്കുക. ഓക്കെ.
സെലക്ട് ആൾ കൊടുത്തിട്ട് മുകളിലൊന്ന് തൊട്ട് കൊടുത്താൽ കാണാൻ സാധിക്കും വൺസ് ഐ സോ എ ലിറ്റിൽ ബേർഡ് എന്ന പാഠഭാഗത്തിൻ്റെ ഫുൾ ഇത്. ഒരിക്കൽ ഞാനൊരു ചെറിയ പക്ഷി കണ്ടു, അങ്ങനെ പറഞ്ഞിട്ട് അപ്പം നമുക്കതിൻ്റെ ഫുൾ മീനിങ് കിട്ടി. ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്റ്റാർ ചിഹ്നം. അതിൽ സ്റ്റാർ പിൻ ചെയ്താൽ നമുക്കത് സേവ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഉള്ളിലായി തൊട്ടാൽ നമുക്ക് സെലക്ട് ഷെയറോ കോപ്പിയോ ചെയ്യാനുള്ള വേറൊരു ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് വേറെ സെലക്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും അല്ലെങ്കിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ തന്നെ ഒന്ന് വേറെ കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷനാണ് ഇതിൽ കാണാൻ സാധിക്കും. അതിൻ്റെ ഒന്നും നമുക്കൊരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോവാം. ദെൻ ഇപ്പം നമ്മൾ 2 രീതിയിൽ നമ്മളിപ്പോൾ ഈ ഇംഗ്ലീഷ് പാഠഭാഗത്തിൻ്റെ ഏത് പാഠഭാഗമാണോ നമുക്കറിയാത്തത് ആ പാഠഭാഗത്തിൻ്റെത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന 2 രീതി നമ്മൾ കാണിച്ചു. എനിക്ക് തോന്നുന്നത് ഇതിൽ രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഗൂഗിൾ ട്രാൻസ്ലേഷൻ തന്നെ ഓപ്പൺ ചെയ്തിട്ട് അതിലെ ക്യാമറയിൽ നമ്മളിത് സ്കാൻ ഈ പാഠഭാഗം അതിൻ്റെ മീനിങ് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഫോണ് ബ്ലററാവും, അല്ലെങ്കിൽ എടുക്കുന്ന പിക്ചറിനൊരു ബ്ലറർ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൈ വിറക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടായി വരും അത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷനാണ് ഏറ്റവും കൂടുതൽ നന്നായി വരിക. അതായത് ഫോൺ ക്യാമറയിൽ പോയി അത് പിക്ക് എടുത്തിട്ട് ദെൻ രണ്ടാമതായിട്ട് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേഷനിലേക്ക് വന്ന് അതിൽ ഇമ്പോർട്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ സെലക്ട് ആൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫുൾ അതിൻ്റെ മീനിങ് കിട്ടും. അപ്പോൾ നമുക്ക് ബ്ലറാവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഒന്നും പേടിക്കാനില്ല. ഇത് വേണമെങ്കിൽ നമ്മൾ തിരക്കിലായിരുന്ന ടൈമാണെങ്കിലും കുട്ടികൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാനും അവർക്ക് സാധിക്കും. അപ്പോൾ ഒരു ബ്ലറിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ വരുന്നില്ല. അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ ഈ രണ്ടാമത്തെ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇംഗ്ലീഷ് പാഠഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കണ്ട് ഇനി നമുക്ക് വേറൊരു ലാംഗ്വേജിലുള്ളൊരു ബുക്ക് നോക്കാം. അതായത് ഇംഗ്ലീഷിനെ പോലെ തന്നെ നമുക്ക് ഹിന്ദി നമ്മുടെ രക്ഷിതാക്കൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളുടെ ഈ ലാംഗ്വേജിൽ സെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇംഗ്ലീഷ് ആയിരുന്നു നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് സെറ്റ് ചെയ്തത് ഇംഗ്ലീഷാണ്. അപ്പോൾ ആ ഇംഗ്ലീഷ് ഓപ്ഷൻ മാറ്റി നമുക്കവിടെ ഹിന്ദി എന്നൊരു ഓപ്ഷനിലേക്ക് പോകണം. ഹിന്ദി ഓപ്ഷൻ സെറ്റ് ചെയ്യണം നമുക്കവിടെ. അതിനായിട്ട് ഹിന്ദി. ഓക്കെ, അപ്പോൾ ഹിന്ദി ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്കാണ് അത് ട്രാൻസ്ലേഷൻ ചെയ്ത് കിട്ടേണ്ടത്. അപ്പോൾ മലയാളം എന്നൊരു ഓപ്ഷനിലാണ് ഇപ്പോൾ ഓൾറെഡി അവിടെ കിടക്കുന്നത്. കാരണം ഇംഗ്ലീഷ് മലയാളത്തിലേക്കായിരുന്നല്ലോ നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ മലയാളം എന്നൊരു ഓപ്ഷൻ ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാമറ ഓൺ ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നു. ഓക്കെ, സന്ദ്രേവാല, അപ്പോൾ ഓറഞ്ച് ആയ സന്ദ്രേവാല ആയ ഓറഞ്ച് വാല വന്നു. അങ്ങനെ ഒരു പാഠഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ പോസ്റ്റ് ട്രാൻസ്ലേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു സ്ക്രീൻഷോട്ട് മോഡലിൽ നമുക്കത് കിട്ടും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ഒരു ഓപ്ഷൻ. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്ത ഓപ്ഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ബാക്കിലോട്ട് വന്നിട്ട് ഫോണിൻ്റെ ക്യാമറ ഓപ്ഷനിൽ പോവാം. ഫോണിൻ്റെ ക്യാമറ ഓപ്ഷനിൽ പോയിട്ട് ഞാൻ ക്യാമറ ഓപ്പൺ ചെയ്തു. ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ആ പാഠഭാഗം ഒന്ന് ഫോട്ടോ എടുത്തിട്ട് നേരെ ബാക്കിലോട്ട് വന്നിട്ട് ഞാനത് ഗൂഗിൾ ട്രാൻസ്ലേഷൻ തന്നെ വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് ഇതിലെ ഗൂഗിൾ ട്രാൻസ്ലേഷനിലെ ക്യാമറ ഓപ്പൺ ചെയ്തു. ക്യാമറ അതിൽ ഓപ്പൺ ചെയ്തിട്ട് ഇമ്പോർട്ട് എന്നൊരു ഓപ്ഷനിൽ കൊടുത്തപ്പോൾ നമ്മൾ കാണാൻ സാധിച്ചു ഹിന്ദി പാഠഭാഗത്തിൻ്റെ ഒരു ഫോട്ടോ അവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഇത് കാണാം ഗൂഗിൾ ട്രാൻസ്ലേഷൻ സ്കാൻ ചെയ്തു. അപ്പോൾ നമ്മളോട് ചോദിക്കേണ്ടത് ഈ മൊത്തമായിട്ടുള്ളതിൻ്റെ അർത്ഥം വേണമെങ്കിൽ അത് സെലക്ട് ആൾ കൊടുക്കാനാണ്. അപ്പോൾ സെലക്ട് ആൾ കൊടുത്തു, എനിക്ക് മൊത്തത്തിൽ വേണം. അപ്പോൾ ഇതാ ഓറഞ്ച് മാൻ വന്നു, ഓറഞ്ച് വാല കണ്ടോ. അപ്പോൾ ആ നീല വരയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ഞാൻ. അപ്പോൾ അതിൻ്റെ മലയാളം നമുക്ക് കിട്ടി. ഇനി ഇത് നിങ്ങൾക്ക് കോപ്പി ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും
ഫുൾ സ്ക്രീനാണ് വേണ്ടത് വെച്ചാൽ ഫുൾ സ്ക്രീനിൽ, അല്ല ഷെയർ ചെയ്ത് ഇപ്പോൾ വാട്സപ്പിൽ നമ്മളെ ഫ്രണ്ട്സിന് വേണോ, എനിക്ക് ഫസ്റ്റ് കിട്ടി ഫസ്റ്റ് പറഞ്ഞിട്ട് നമ്മളത് ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് മുകളിൽ കാണാൻ സാധിക്കുക. ഓക്കെ, ദെൻ ബാക്കിലോട്ട് വന്നാൽ ഇവിടെ ചതുരത്തിലുള്ളൊരു കള്ളി കാണാൻ സാധിക്കും. ആ ചതുരത്തിലുള്ള കള്ളിയിൽ നമ്മൾ തൊട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ലേഷൻ കോപ്പീഡ്, അപ്പോൾ നമുക്ക് അത് ആ ട്രാൻസ്ലേഷൻ കോപ്പി ചെയ്തിട്ടും കിട്ടി. ഇനി നേരെ ബാക്കിലോട്ട് വന്നിട്ട് ഇനി നമുക്ക് ചിലപ്പം ഹിന്ദി ഒരു വേഡ് അല്ലെങ്കിൽ ഒരു വാക്ക്, പാരഗ്രാഫ് അല്ലാത്തൊരു വാക്ക്, ഇപ്പോൾ സങ്കേത്, ഹിന്ദിയിലൊരു സങ്കേത് എന്ന വാക്കാണ് നമുക്ക് അറിയാത്ത വെച്ചാൽ ഈ പേനയുടെ ചിത്രത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എഴുതുക സങ്കേത് അഥവാ സിഗ്നൽ. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? അത് 2 തരത്തിലുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഒരു ടെക്സ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട് ഇവിടെ. ടെക്സ്റ്റ് ടാപ്പ് ടു എൻ്റർ ടെക്സ്റ്റ് ആയിട്ട് എഴുതാനുണ്ട്. അതുപോലെ തന്നെ ആ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹാൻഡ് റൈറ്റ്, കണ്ടോ, ഹാൻഡ് റൈറ്റ് ആയിട്ട് എഴുതണമെങ്കിലും അതിനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ഒരു പേനയുടെ ചിഹ്നമുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക്, അപ്പോൾ വേർഡിൻ്റെ അഥവാ ഒരു വാക്കിൻ്റെ അല്ലെ എന്താണ് ഗാന, ഗാവോ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ ചെറിയ അക്ഷരം, ഹിന്ദി മാത്രമല്ല കേട്ടോ, ഏത് ലാംഗ്വേജ് വേണമെങ്കിൽ നമുക്ക് കിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിൻ്റെയും ഹിന്ദി ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിൻ്റെയും 2 തരത്തിലുള്ള ഓപ്ഷൻസ് പറഞ്ഞു. മനസ്സിലായി എന്ന് കരുതുന്നു എല്ലാവർക്കും. പിന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ആപ്പുകളുടെയൊക്കെ സഹായത്തോടൊപ്പം നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ ഈസി വേ ആണ്, സുഖമായിട്ട് പഠിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തോന്നുന്നത് ക്യാമറയിൽ പിക്ക് എടുത്തിട്ട് ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇമ്പോർട്ട് നൽകുന്ന ഓപ്ഷനാണ്. അപ്പോൾ അവിടെ ബ്ലർ ആവണ ഒരു ചാൻസും ഇല്ല. പിന്നെ ഹാൻഡ് റൈറ്റിങ്ങും ടെക്സ്റ്റ് റൈറ്റിങ്ങും ഉണ്ട്. ഈ ഹാൻഡ് റൈറ്റിങ്ങും ടെക്സ്റ്റ് റൈറ്റിങ്ങും സെയിം ആണ്. ഏത് പദം മാത്രമാണോ നമുക്ക് വേണ്ടത് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഹാൻഡ് റൈറ്റിങ്ങും ടെക്സ്റ്റ് റൈറ്റിങ്ങും. അപ്പോൾ ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഓപ്ഷൻ വേറൊരു തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ കടകളിലും മറ്റും പോകുമ്പോൾ സാധനങ്ങളുടെ പേരും മറ്റും ഇതുപോലെ ചെയ്താൽ സിമ്പിളായി മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക്. ഇപ്പോൾ നമുക്കൊരു സാധനം കണ്ടു, ഇതെന്ത് സാധനമാണ്, ഇത് ഇംഗ്ലീഷിൽ എന്താണ്, അത് നമുക്ക് മനസ്സിലാവണില്ല വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്യാമറയിൽ ഒരു ക്ലിക്ക് ചെയ്തു. ക്യാമറയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഇതെന്താണ്, ഇതൊരു കടയിൽ ഒരു സാധനത്തിൻ്റെ വിശദീകരണങ്ങളാണ്, നമുക്ക് മനസ്സിലാവണില്ല. അപ്പോൾ കണ്ടോ, ഉറപ്പുള്ള വിശകലനം, ക്രൂഡ് പ്രോട്ടീൻ, കണ്ടോ, കാണുന്നില്ല നിങ്ങൾക്ക്? അതാദ്യം ഇംഗ്ലീഷിലായിരുന്നു, അപ്പം നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് കിട്ടി. അപ്പം നമുക്കിപ്പോൾ ഒരു പേടിയും പേടിക്കാനില്ല. എവിടെ പോയാലും എങ്ങനെ പോയാലും നമുക്ക് എവിടെ എത്തിപ്പെട്ടാലും നമ്മൾ ഒറ്റപ്പെടില്ല. കാരണം നമുക്ക് ഏത് ഭാഷയിലാണെങ്കിൽ നമുക്ക് വായിക്കാനും എഴുതാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പേടിക്കാനില്ലല്ലോ ഒറ്റപ്പെട്ടാലും. അപ്പോൾ നമുക്ക് ആ ഓപ്ഷന് പഠിഞ്ഞു. കടകളിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും നമുക്ക് വായിക്കാനും അതിൻ്റെ മീനിങ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ട്രാൻസ്ലേഷൻ ഇത് കോപ്പി ചെയ്യണമെങ്കിൽ ആ ചതുരത്തിലുള്ളത് ക്ലിക്ക് ചെയ്താൽ കോപ്പി ആവുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. അതുപോലെ തന്നെ ഇതിന് ഈ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആപ്പിൻ്റെ തന്നെ മുന്നത്തൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്ന് ക്ലിക്ക് ചെയ്ത് അതും കാണുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.